വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് കാസ സുപ്രീം കോടതിയിൽ. കേരളത്തിൽ നിന്ന് നിയമത്തെ പിന്തുണച്ച് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ആദ്യ സംഘടനയാണ് കാസ. ക്രിസ്ത്യൻ മതവിഭാഗത്തിന്റെ താല്പര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ആണ് നിയമം എന്ന് കാസ പറയുന്നു. ബി ബാലഗോപാലുണ്ട് വിവരങ്ങൾ നൽകാൻ. ബാലു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സംഘടന ആദ്യമായി എത്തുകയാണ് കേരളത്തിൽ നിന്ന് അനുകൂലിച്ചുകൊണ്ട്. എന്താണ് അവരുടെ വാദങ്ങൾ? വഖഫ് നിയമ ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ സംഘടനയായ കാസ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിൽ സുപ്രീം കോടതി എടുക്കുന്ന ഏതൊരു തീരുമാനവും അത് മുനമ്പത്തെ ജനങ്ങളുടേത് ഉൾപ്പെടെയുള്ള കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് എന്നാണ് കാസ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ കക്ഷിചേരൽ അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ വഖഫ് നിയമം മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം, ഭേദഗതി നിയമം മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണെന്നും കാസ ഫയൽ ചെയ്തിരിക്കുന്ന ഈ കക്ഷി ചേരൽ അപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നിയമത്തിന്റെ ദുരുപയോഗം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ തുറന്നു കാട്ടുവാൻ തങ്ങൾ തയ്യാറാണ് എന്നാണ് ഈ കാസ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. മുസ്ലിം ലീഗ് ഫയൽ ചെയ്തിരുന്ന കേസിലാണ്, അതായത് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ മുസ്ലിം ലീഗ് ഫയൽ ചെയ്തിരുന്ന കേസിലാണ് കാസ തങ്ങളുടെ കക്ഷി ചേരൽ അപേക്ഷ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത്. എന്നാൽ ഇനി ഈ 5 കക്ഷികളുടെ കേസുകൾ മാത്രമായിരിക്കും സുപ്രീം കോടതി കേൾക്കുക എന്ന് കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞിരുന്നു. അതിൽ ഈ മുസ്ലിം ലീഗിന്റെ ഹർജി അതിൽ ഉൾപ്പെടുത്തില്ല. അതുകൊണ്ട് തന്നെ കാസയുടെ അപേക്ഷയുടെ ഭാവി എന്തായിരിക്കുമെന്ന് വ്യക്തമല്ല. പക്ഷേ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഈ കക്ഷി ചേരലിലെ അപേക്ഷകളെല്ലാം തന്നെ കോടതിയിൽ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ കാസയ്ക്കും അവരുടെ നിലപാട് സുപ്രീം കോടതിയിൽ പറയാൻ വേണ്ടി കഴിയുമെന്നാണ് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷേ ഈ കാസയുടെ ഈ ഹർജി, ഈ കക്ഷി ചേരൽ അപേക്ഷയെ വളരെ നിർണായകമായാണ് കേന്ദ്രം കാണുന്നത്. കാരണം ഈ വഖഫ് ഭേദഗതി നിയമത്തിനെ സംബന്ധിച്ചുള്ള ദുരുപയോഗം അത് നേരിട്ട് സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന സംഘടനകളിൽ ഒന്നാണ് കാസ എന്നാണ് കേന്ദ്ര സർക്കാർ അഭിഭാഷകരും മറ്റും വിലയിരുത്തുന്നത്. കാരണം മുനമ്പത്തിന്റെ വിഷയമാണ് ഈ നിയമം കൊണ്ടുവരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് എന്നാണ്